ഉദ്യോഗസ്ഥന്മാരില്ല എന്നതാണ് നമ്മുടെ കുഴപ്പം. ഇങ്ങനെ പറയുന്ന പൗരുഷം തികഞ്ഞ മനുഷ്യർ കുറഞ്ഞുപോയി, ഇങ്ങനെ പറയുന്ന സ്ത്രീകൾ കുറഞ്ഞുപോയി എന്നതാണ് നമ്മുടെ കുഴപ്പം. അങ്ങനെ പറയുന്നവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ആവശ്യം അതാണ്. ഞാനുണ്ട്, അതിനുണ്ട് വേണ്ടുന്ന ആത്മധൈര്യം നമുക്ക് ഉണ്ടാവണം. ജനുവരി 1 ഒരു പ്രാധാന്യമില്ല, അതിൻ്റെ ആവശ്യം ഇതാണ്. കാര്യം മനസ്സിലായല്ലോ. എങ്കിൽ ഭക്ഷണം എങ്ങനെയാണ് ആയതാവുന്നത്? ഞാൻ വെളുത്തരിയെപ്പറ്റി പറഞ്ഞു, കോഴിയിറച്ചിയെപ്പറ്റി പറഞ്ഞു, തുടങ്ങി ബിസ്ക്കറ്റുകൾ എങ്ങനെ വരുന്നു. എത്ര ചീത്തയായ മൈദപ്പൊടിയും ഒന്നാം തരം ബിസ്ക്കറ്റാക്കാം, അതിനകത്ത് അല്പം അജിനോമോട്ടോ ചേർത്താൽ മതി. അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്, രാസവസ്തു അതാണ്. പല സ്ഥലത്തും ഇതിന് ചൈന സോൾട്ട് എന്ന പേരുണ്ട്. ഏത് ചീഞ്ഞ മത്സ്യവും ഒന്നാം തരം പൊരിച്ച മീനാക്കാം, സ്വാദോടുകൂടി നമ്മൾ കഴിക്കും, നാവ് തുളച്ച് ഉള്ളിൽ ചെല്ലും. ഒരു ടേസ്റ്റിയറായിട്ട് ചൈനക്കാർ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബിസ്ക്കറ്റ് ചൈനയിൽ ഇറക്കാൻ വിടില്ല. വിമാനത്താവളത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോഴേ വാങ്ങിയവർ വേസ്റ്റിലേക്ക് ഇടും. പട്ടിക്ക് പോലും കൊടുക്കില്ല. ഇത് ജപ്പാനിൽ കടത്തില്ല, കാരണം അജിനോമോട്ടോ ഭക്ഷണത്തിൽ ചേർക്കുന്ന നിരോധിച്ചതാണ്, ചെറുകുടലിൽ ക്യാൻസർ ഉണ്ടാക്കും. ബിരിയാണി, ഹോട്ടലിൽ നിന്ന് കഴിച്ച ബിരിയാണി ഒന്നാം തരം, നിന്നെ എന്തിനാ കൊള്ളുക എന്ന് ഭാര്യയെ ശകാരിക്കുന്ന ഭർത്താവ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിരിക്കുന്നത് അജിനോമോട്ടോ ചേർത്ത ബിരിയാണിയാണ്. മിക്കവാറും ഇത്തരം ഭക്ഷണങ്ങളിലൊക്കെ ചേർക്കുന്നുണ്ട്. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള ലിസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2 പാക്കറ്റ് അജിനോമോട്ടോ എന്ന് കൂടി കാണും. അപ്പം എന്തുകൊണ്ട് ഇത്രയും ക്യാൻസർ? അതിനൊക്കെ ഉത്തരം അതിനുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് പൂർണ്ണമായി പോയിരിക്കുന്നു. മാത്രം ഇപ്പം ഇന്ന് രാത്രി എന്താ വെച്ച്, ഞാൻ രാത്രി നല്ല ചക്കപ്പുഴുക്ക വെച്ചത്, ചക്കപ്പുഴുക്ക് കഞ്ഞിയൊന്നും വെച്ചില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് താണുപോയിരിക്കുന്നു. ഈ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, പുറമേ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, ആരോഗ്യ മാസിക, വനിതാ മാസികകൾ, ടി വിയിലെ ഭക്ഷണ പാചകം, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ രോഗം തന്നെ മെൻ്റൽ പൊല്യൂഷൻ. മനസ്സ് മലിനമാവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യം അയക്കുക, രാത്രി ചക്ക തന്നു, ഞാൻ പഴുത്ത ചക്ക തന്നു, അയ്യേ കഞ്ഞി വെച്ചില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ താണു പോകും. വിശപ്പിന് എന്തെങ്കിലും ഭക്ഷണം വേണം, ആരോഗ്യമുള്ള ഭക്ഷണം വേണം എന്ന് കഴിച്ചാൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയാറായി. ആ ഒരു കഴിവ് കുറവ് പ്രധാനപ്പെട്ട കഴിവ് കുറവാണ്. ഇന്ന് മുത്താറിയ കഴിച്ചത്, അതെന്താ ചോറ് വെച്ചില്ലേ എന്ന് ചോദിക്കുന്നത്, അരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തെറ്റാണ്, ആ വീട്ടുകാർ ദരിദ്രന്മാരാണ്, മോശക്കാരാണ് എന്ന രീതിയിലേക്ക് നമ്മൾ താണുപോയിരിക്കുന്നു. മാസം മുമ്പേ ഫിഷിംഗ് ട്രോളറിൽ പിടിച്ചിട്ട മത്തി അതിനടുത്തൂടെ പോയാൽ തന്നെ മൂക്ക് പിടിക്കും. ഇത് മൂക്ക് പിടിച്ചിട്ട് തന്നെ വേണമെങ്കിൽ തിന്നുകളയും ചെയ്യും. അതിനൊരു മടിയില്ല. നിങ്ങൾ അതെടുത്തിട്ട് മീൻ തിന്നാതെ ഒരാളെ മുമ്പിൽ ചോക്ക്, പശുവിന് കൊടുത്ത് നോക്ക്, പശു ഓടും ദൂരത്തേക്ക്. രുചി എന്നൊക്കെ ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ രോഗികളാക്കുന്ന ഡിസീസ് ഡിസൈനിങ് വന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഡിസീസ് ഡിസൈനേഴ്സ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അത്രയും കൊണ്ട് ചേഞ്ച് ദ ഫുഡ് ഹാബിറ്റ്സ് നിർത്താൻ പോകുന്നു. 5-6 തവണ ഭക്ഷണം കഴിക്കുന്ന ശീലം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങനെയൊന്നും കഴിച്ചിരുന്നില്ല. രാവിലെ നേരം വെളുന്നതിന് മുമ്പ് ചൂട് ചായ കുടിക്കുന്ന സമ്പ്രദായം. കാരണം മലബന്ധം ഉണ്ടാക്കുന്ന എന്തെങ്കിലും തിന്നും. ഇപ്പോൾ രാവിലെ കക്കൂസ് പോയില്ല, പോയിട്ടൊരു കാര്യമില്ല, പാട്ട് പാടേണ്ടി വരും. 3 പാട്ടിൻ്റെ ദൂരം ഉണ്ടാവും. താമസമെന്തേ വരുവാൻ തുടങ്ങിയിട്ട് പാട്ട് പാടേണ്ടി വരും. ഈ അബദ്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത്. ഇതൊക്കെ ഡിസീസ് ഡിസൈനേഴ്സ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ സാറാ ജോസഫ് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്, അടുക്കള തിരിച്ചു പിടിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വായിച്ചിരിക്കണം ദിവസം, അടുക്കള തിരിച്ചു പിടിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് അടുക്കള പോയിരിക്കുന്നു, നമ്മുടെ നിയന്ത്രണത്തിന് അടുക്കള പോയിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുക്കള തിരിച്ചു പിടിക്കാം. അതുകൊണ്ട് ഫുഡ് വെപ്പണിലെ ഒരു കാര്യം അതാണ്. നമ്മൾ ഒരിക്കലും ശീലമില്ലാത്ത സാധനങ്ങൾ തിന്നേണ്ടി വന്നു. ശീലമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും വേണ്ടി വന്നു. ശരീരത്തിൽ അസിഡിറ്റി വന്നപ്പോൾ, pH വാല്യൂ തെറ്റിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ഡോക്ടർമാർ ചെയ്യിച്ചതാണ്. ലോ ഓഫ് ലിമിറ്റേഷൻ എന്നൊരു നിയമമുണ്ട് പ്രോട്ടോപ്ലാസ്റ്റിന്. എത്ര ഫോസ്ഫറസ് ഉണ്ടോ അത്രയും കാൽഷ്യം മാത്രമേ ശരീരം സ്വീകരിക്കുള്ളൂ. ഫോസ്ഫറസ് ഇല്ലെങ്കിൽ കാൽഷ്യം സ്വീകരിക്കില്ല. അത് നിയമമാണ്. അതുകൊണ്ട് എത്ര കാൽഷ്യം കഴിച്ചാലും അത് കക്കൂസ് പോയുള്ളൂ. ഇത് ഫസ്റ്റ് MBBSൻ്റെ സിലബസിലുണ്ട്. അവരും പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഈ കാര്യം അവരും മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾക്ക് കാൽഷ്യം ടാബ്ലറ്റ് കൊടുക്കുക. അവർ കാൽഷ്യം കഴിക്കും, അത് കക്കൂസ് പോയി ചെയ്യും, ശരീരത്തിന് കിട്ടില്ല. കാൽഷ്യവും ഫോസ്ഫറസും ഒന്നിച്ച് കിട്ടുന്ന ധാന്യം നമ്മൾ കഴിച്ചിരുന്നു പഴയ കാലത്ത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോഴും മുത്താറി, റാഗി, കാൽഷ്യവും ഫോസ്ഫറസും ഒന്ന് കിട്ടുന്നതായിരുന്നു. അപ്പോൾ മുടി കൊഴിയുമ്പോൾ
pH വാല്യൂ 7-ൽ താഴെ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അപ്പം മുത്താറി കഴിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ്. ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. എങ്ങനെ ഇത്ര അച്ചാറ് വന്നു, എങ്ങനെ എന്തുമാത്രം മായം ഭക്ഷണത്തിൽ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തിന് വിടുന്നു. കാരണം പാക്ക് ചെയ്ത് വരുന്ന ജങ്ക് ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജങ്ക് ഫുഡ് എന്തൊക്കെ ആപത്തുണ്ടാക്കും? കാരണം എങ്ങനെയാ പൊണ്ണത്തടി വരിക? ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. പീറ്റ്യൂട്ടറി ഇംബാലൻസ് ഉണ്ടായാൽ പൊണ്ണത്തടി വരും. അത്തരം കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. അവർക്കൊക്കെ എല്ലിന് ബലം കുറയും. പേശിയും എല്ലും തമ്മിലുള്ള ഇക്വേഷൻ തെറ്റും, സമതുലന വാക്യം തെറ്റും. അവരൊക്കെ ഭക്ഷണപ്രിയന്മാരായിരിക്കും. ചെറുപ്പത്തിലെ തന്നെ ഇത് ചെയ്യാം. അവസാനം ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കാൻ, 4 വയസ്സിനുള്ളിൽ ഒരു കുട്ടിക്ക് ഒരു തുള്ളിയുടെ 10,000-ൽ ഒരു അംശം പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ ഉള്ളിലെത്തിക്കുകയാണെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരു തുള്ളിയുടെ 10,000-ൽ ഒരു അംശം ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോൺ ഉള്ളിലെത്തിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറിൻ്റെ ഇടതുവശം വേഗം വളരും. എത്തിച്ചാൽ മതി. അത് പോളിയോ വാക്സിൻ ആവാം, ഏതെങ്കിലും വാക്സിനിലൂടെ ആവാം, ആസ്പത്രി പോയാൽ കൊടുക്കുന്ന ഏതിലും കൂടി ആവാം, പ്രസവം ആസ്പത്രിയിൽ തന്നെ ആക്കുമ്പോൾ ജനിച്ച ഉടനെ കൊടുക്കുന്നതാവാം. തലച്ചോറിൻ്റെ ഇടതുവശം വേഗത്തിൽ വളരും. ഇടതുവശം വളർന്ന കുട്ടി കണക്കിൽ ബഹുസമർത്ഥനായിരിക്കും. 100-ൽ 100 മാർക്കും വാങ്ങിക്കും. അസാധാരണ സാമർഥ്യം കണക്കിൽ കാണിക്കും. വലതുവശം വളരില്ല, വളർച്ച കുറഞ്ഞു. വലതുവശമാണ് വികാരത്തിൻ്റെ ഭാഗം. 1000 വികാരങ്ങളുണ്ട് മനുഷ്യന്. സ്നേഹവും വാത്സല്യവും പ്രേമവും അനുരാഗവും ഒന്നെല്ലാം വ്യത്യസ്തമാണ്. പ്രേമവും അനുരാഗവും 2ആണ്. നമ്മളിതെല്ലാം കൂടി ചേർത്ത് കൂട്ടിക്കുഴച്ചറിഞ്ഞതേ ഉള്ളൂ. ഇംഗ്ലീഷിലാണ് ലവ് എന്നൊരു വാക്കായി പോയത്. മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഓരോന്നും അർത്ഥവ്യത്യാസത്തിലാണ്. ഇതെല്ലാം നഷ്ടപ്പെടും. ഒന്നും ഉണ്ടാവില്ല. കാരുണ്യം ഉണ്ടാവില്ല, അലിവുണ്ടാവില്ല. മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ അലിവുണ്ടാവണ്ടേ? അതും ഉണ്ടാവില്ല. ആർദ്രതയില്ലാത്ത കുട്ടികൾ വളർന്നു വരും. അത്രയും ടെസ്റ്റോസ്റ്റെറോൺ വിളിച്ചെന്ന്. ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് തലച്ചോറിൻ്റെ വലതു ഭാഗമാണ്. ആ കുട്ടിക്ക് ഭാഷയുണ്ടാവില്ല. ഒരു കവിത 4 വരി കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. സിനിമാ പാട്ട് 2 വരി മാത്രം കളിക്കാൻ, അതിനപ്പുറം 3ാമത്തെ വരി വെച്ചാൽ കിട്ടില്ല. തീരെ നിർവികാരമായ യന്ത്രസമാനമായ ഒരു കാൽക്കുലേറ്റർ പോലത്തെ കുട്ടികൾ വളർന്നു വരും. എന്ത് ചെയ്താൽ മതി? ഒരു തുള്ളിയുടെ 10,000-ൽ ഒരു അംശം ടെസ്റ്റോസ്റ്റെറോൺ കൊടുത്താൽ ഇവനെ ഒരു തരത്തിൽ ഒരു യന്ത്ര മനുഷ്യനായിട്ട് ഉപയോഗിക്കാം. ഇവൻ 20 മണിക്കൂറും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യും. എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കൊല്ലം മുഴുവൻ, മാസം മുഴുവൻ ജോലി ചെയ്തോളൂ. മറ്റൊരു വിനോദവും വേണ്ടാവില്ല. അവന് സിനിമ വേണ്ട. സെക്സ് എന്ന വികാരം പോലും വെറും യാന്ത്രികമായിരിക്കും. ഇണ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. ഇണങ്ങേണ്ടത്, ഇണങ്ങി നിൽക്കുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ആവലാതികളും എല്ലാ വികാരങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ, കൈമാറാൻ, ഷെയർ ചെയ്യാൻ ഉള്ള പങ്കാളിയാവുന്നതിന് പകരം, സഹധർമ്മിണി ആകുന്നതിന് പകരം ഇവനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വരുമാനത്തുള്ള ഒരു യന്ത്രമായിരിക്കും. എത്ര ശമ്പളം കിട്ടുമൊക്കെ, അല്ലെങ്കിൽ എത്ര സ്ത്രീധനം കിട്ടും എന്ന് നോക്കുന്ന ഒരു യന്ത്രമായിട്ട് മാറും. അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഭർത്താവിനെ വേണം, അവൾക്ക് സെക്സാ വേണമെങ്കിൽ ഒരു നിംഫോമനിയൊക്കെ ആണെങ്കിൽ ഇയാൾ മോശം, ഇയാൾക്ക് സെക്ഷൽ പവറില്ല, അതുകൊണ്ട് ഞാൻ വേറെ തന്നെ കൂടെ പോകുന്നു എന്ന് പറയുന്നുണ്ട്, പത്രത്തിൽ കാണുന്നുണ്ട് നമ്മൾ. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുമ്പോൾ കാര്യം മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് ഡിസീസ് ഡിസൈനിങ് സാധിക്കുക. ഒരുപാട് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരെ വേണം. നാട് നിറച്ചും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. എല്ലാവരും എഞ്ചിനീയർമാരാക്കി കൊണ്ടുപോയി. കൃഷി ചെയ്യാൻ ആളില്ലാണ്ടായി, കൃഷിപ്പണി ഇല്ലാണ്ടായി, കുട്ടികൾ ചെടിയെ സ്നേഹിക്കാതായി, കുട്ടികൾ പൂമ്പാറ്റയെ സ്നേഹിക്കാതായി. കുമാരനാശാൻ്റെ കവിത ഈവല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറഞ്ഞ കവിത പാടുന്ന കുട്ടികളില്ലാണ്ടായി. ഒരു താരാട്ട് പാട്ട് കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിയാണ്ടായി, ചെറിയ കുട്ടികൾക്ക് പോയി. ഇത് അറിയുന്ന അമ്മമാരില്ലാണ്ടായി. വേണമെങ്കിൽ ഒരു കാസറ്റ് വെച്ച് കൊടുക്കാമെന്ന് പറയും അമ്മ. ഇത്ര പോലും ഒരു താരാട്ട് പാട്ട് പോലും ഇല്ലാതെ വളരുന്ന നിർവികാര പരബ്രഹ്മങ്ങളായ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ അവർ അമ്മയച്ഛന്മാരെ വൃദ്ധസദനത്തിലിട്ട് പോറ്റുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ?
കൂടുമ്പോൾ ഇമ്പമുണ്ടാക്കുന്നതാണ് കുടുംബം എന്ന വാക്ക്.